ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ ലേഡീസ് നോട്ട്പാഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എത്ര വെറൈറ്റി വിഭവങ്ങളാണല്ലേ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ അടുക്കളയിൽ കുക്ക് ചെയ്യുന്നത്. വിഭവങ്ങളിലുള്ള വെറൈറ്റി തന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളിലും ഉണ്ടല്ലോ. നമുക്ക് ചുറ്റും ഒത്തിരി ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കുക എന്നുള്ളതും കുറച്ച് ട്രിക്കി ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ പാത്രങ്ങൾ അടുക്കളയിലേക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് നല്ല ക്വാളിറ്റി ഉള്ളതല്ല നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടെ അത് മാറ്റിക്കൊണ്ടിരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിന് ഇടവരുത്താതെ നല്ല ക്വാളിറ്റി ഉള്ള ഞാൻ ഉപയോഗിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കുക്ക് വെയറുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം നല്ല ഡ്യൂറബിലിറ്റി ഉള്ളതും അതുപോലെ ഉപയോഗിക്കാനുള്ള കൺവീനിയൻസിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് നല്ല കുക്ക് വെയറുകൾ നമുക്ക് കണ്ടിട്ട് വരാം. ഒട്ടുമിക്ക കുക്കിങ്ങിനും ഞാൻ ഉപയോഗിച്ചിരുന്നത് നോൺ സ്റ്റിക്ക് കടായിയാണ്. അപ്പോൾ അത് ഞാൻ റീപ്ലേസ് ചെയ്ത് ഈ അടുത്ത കാലത്ത് മാറ്റിയതാണ് ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ കടായിയിലേക്ക്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇത് പ്രസ്റ്റീജ് ബ്രാൻഡിൻ്റെയാണ്. പിന്നെ 2.8 ലിറ്റർ ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസും ഞാനിപ്പോൾ ഈ കടായിലാണ് കുക്ക് ചെയ്യാറുള്ളത്. ഗ്യാസ് സ്റ്റവിലും അതുപോലെ ഇൻഡക്ഷനിലും നമുക്ക് യൂസ് ചെയ്യാവുന്ന ഈ കടായിക്ക് നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ലിഡ് കൂടെ തന്നെ വരുന്നുണ്ട്. പിന്നെ 5 കൊല്ലത്തെ മാനുഫാക്ചറർ വാറണ്ടിയും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ നോട്ടീസ് ചെയ്ത മറ്റൊരു കാര്യം, ഇതിന്റെ ബോട്ടം ഇങ്ങനെ പരന്നിരിക്കുന്നത് കൊണ്ട് നല്ല ഈവൻലി ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് സാധനം കുക്ക് ചെയ്യുകയാണെങ്കിലും പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടും. ഈ കടായിയുടെ മറ്റൊരു പ്രത്യേകത ഇതിന്റെ ഹാൻഡിലാണ്. കാരണം ഇത് എത്ര ചൂടായിരിക്കുന്ന സമയത്താണെങ്കിലും ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഹാൻഡിലായതുകൊണ്ട് നമുക്ക് ഇതിൽ ടച്ച് ചെയ്യാനൊരു കുഴപ്പമില്ല. നമുക്ക് മറ്റൊരു അടുപ്പിലേക്ക് മാറ്റി വെക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഡൈനിങ് ടേബിളിലേക്ക് ഇത് സെർവ് ചെയ്യാൻ കൊണ്ടുപോകാനോ ഒക്കെ അങ്ങനെ തന്നെ നമുക്ക് കൊണ്ടുപോകാം. ക്ലോത്തിന്റെ ഒന്നും സഹായം ഇല്ലാണ്ട് നമുക്ക് ഈ ഹാൻഡിലിൽ ടച്ച് ചെയ്യാം. എത്ര ചൂടാണെങ്കിലും നമ്മുടെ കയ്യിൽ ചൂടാകാത്ത രീതിയിൽ ഹീറ്റ് റെസിസ്റ്റന്റ് ആണ് ഇതിന്റെ ഹാൻഡിൽ. ഇത് നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റീൽ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അടി പിടിക്കുമോ എന്നുള്ള പേടി വേണ്ട കേട്ടോ. കാരണം എന്ത് സാധനം നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിലും അടി പിടിക്കുമോ. അതുപോലെ വാഷ് ചെയ്യാനും വളരെ സിമ്പിളാണ്. ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കാം. പിന്നെ അവർ ഓഫർ ചെയ്യുന്നത് പോലെ തന്നെ ലൈഫ് ടൈം ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കേട്ടോ ഇത്. നമുക്ക് ലൈഫ് ടൈം കുക്കിംഗ് അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇത് ഒത്തിരി നാൾ ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. നല്ലൊരു സ്റ്റീൽ കടായി വാങ്ങാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് നല്ല സൂപ്പർ പ്രോഡക്റ്റാണ്. ഓൺലൈൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് കുക്ക് വെയർ സെറ്റാണ്. ഇത് 3 പീസായിട്ട് വരുന്നതാണ്. ഇത് വിനോദ് ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ സെറ്റിൽ വരുന്നത് ഒന്ന് ഒരു സോസ് പാനും പിന്നെ 2 കടായികളുമാണ്. കടായികൾ രണ്ടും 2 സൈസിലുള്ളതാണ്. ഒന്ന് ഇത്തിരി വലുതും അതുപോലെ ഒന്ന് ഇത്തിരി ചെറുതുമാണ്. അതിൻ്റെ കൂടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ അതിനോടൊപ്പം മാച്ച് ചെയ്യുന്ന രീതിയിൽ നല്ലൊരു ഗ്ലാസ് ലിഡും 3നും വരുന്നുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. ഹാൻഡിലുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് കുക്ക് ചെയ്യുന്ന സമയത്ത് വളരെയധികം കൺവീനിയൻ്റ് ആണ്. പ്രസ്റ്റീജിൻ്റെ കടായിയുടെ അത്ര ചൂട് ഹീറ്റ് റെസിസ്റ്റൻ്റ് അല്ലെങ്കിൽ കൂടിയും നമുക്ക് ബിയറബിൾ ആയിട്ടുള്ള ചൂടാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ ഹാൻഡിൽ പിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇതും നമുക്ക് ഗ്യാസ് സ്റ്റവിലും അതുപോലെ ഇൻഡക്ഷനിലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ദിവസേന നമ്മൾ കറി വെക്കാനായിട്ട് നമുക്ക് ഈ 2 സൈസിലുള്ള കടായി ധാരാളമാണ് കേട്ടോ. രണ്ടും നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ വെക്കണം എന്നുണ്ടെങ്കിൽ അതിൽ വലിയ കടായി നമുക്ക് യൂസ് ചെയ്യാം. അതല്ല കുറച്ച് കുറവ് മതിയെങ്കിൽ ചെറിയ കടായിയും യൂസ് ചെയ്യാവുന്നതാണ്. ഈ കടായിയുടെ ഡിസൈൻ ആണെങ്കിലും അതിൻ്റെ കൂടെ വരുന്ന ഗ്ലാസ് ലിഡ് ആണെങ്കിലും നല്ല ഭംഗിയുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലെന്തെങ്കിലും കറികൾ വെച്ച് കഴിയുമ്പോൾ പിന്നീട് സെർവിങ് ഡിഷിലേക്ക് മാറ്റി നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ റീഹീറ്റ് ചെയ്യാനാണെങ്കിലും നമുക്ക് ഇതേ പാത്രത്തിൽ തന്നെ സ്റ്റോർ ചെയ്യാനും അതുപോലെ പിന്നീട് ചൂടാക്കി എടുക്കാനും കൺവീനിയൻ്റ് ആണ്. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു പ്രോഡക്റ്റാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിലുള്ള ഫ്രൈയിങ് പാൻ നിങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് ഒരു പ്രോഡക്റ്റാണ് ഈ പ്രസ്റ്റീജിൻ്റെ ട്രൈപ്ലൈ ഫ്രൈയിങ് പാൻ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് ബോത്ത് ഇൻഡക്ഷനിലും അതുപോലെ ഗ്യാസ് സ്റ്റവിലും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാമെന്ന് മാത്രമല്ല ഇതിൻ്റെ കൂടെ വരുന്ന ഹാൻഡിൽ ഹീറ്റ് റെസിസ്റ്റൻറ്റുമാണ്. ഹൈ ക്വാളിറ്റി സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചൂടാവും നമ്മൾ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ബോട്ടം ഇങ്ങനെ പരന്നായതുകൊണ്ട് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഹീറ്റ് അത് പ്രൊവൈഡ് ചെയ്യും. പിന്നെ എന്ത് സാധനവും പെട്ടെന്ന് കുക്കായി കിട്ടും നമുക്ക്.
ഫ്രൈയിങ് പാൻ ആണെങ്കിലും ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും നമുക്കിതിൽ കുക്ക് ചെയ്യാനായിട്ട് അത്ര കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ ഫിഷ് ഫ്രൈ ഒക്കെ ചെയ്യുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫിഷ് ആണെങ്കിൽ ഇത് അടിയിൽ പറ്റി പിടിക്കാറുണ്ട്. പക്ഷേ ഓംലെറ്റ് അതുപോലെ മെഴുക്കുവരട്ടി തോരനൊക്കെ ഉണ്ടാക്കാനായിട്ട് പെർഫെക്റ്റ് ആണ്. ഹാൻഡിൽ നേരത്തെ പറഞ്ഞതുപോലെ അതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഹാൻഡിൽ നമുക്ക് ടച്ച് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. എത്ര ചൂടായിരിക്കുന്ന സമയത്താണെങ്കിലും കൈ പൊള്ളാതെ തന്നെ നമുക്കിത് ടച്ച് ചെയ്യാൻ പറ്റും. ചെറിയ ക്വാണ്ടിറ്റിയിൽ നമ്മൾ കറികൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ മറ്റുള്ള എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ കുക്ക് ചെയ്യാനായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ഫ്രൈയിങ് പാൻ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രസ്റ്റീജിൻ്റെ ഈ ഫ്രൈയിങ് പാൻ നല്ല പെർഫെക്റ്റ് ആണ് കേട്ടോ. നല്ല ഡ്യൂറബിലിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ്. പ്രസ്റ്റീജിൻ്റെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ടെൻഷനേ വേണ്ട. പെട്ടെന്ന് ചീത്തയായി പോവോ, ഹാൻഡിൽ ഇളകി പോവോ, അങ്ങനത്തെ പേടികളൊന്നും തന്നെ വേണ്ട. ക്ലീൻ ചെയ്തെടുക്കാനും വളരെ എളുപ്പമാണ്. പ്രോഡക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഐറ്റാണല്ലോ സാൻഡ്വിച്ച്. അപ്പോൾ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ ഗ്യാസ് സ്റ്റവിൻ്റെ മേലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ച് ടോസ്റ്റർ ആണ് അടുത്തത്. ഉള്ളിൽ നോൺ സ്റ്റിക്ക് കോട്ടിംഗ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വുഡൻ സ്പാച്ചുലയാണ് യൂസ് ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിൽ ചിലപ്പോൾ സ്ക്രാച്ച് ഒക്കെ വീഴാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള സാൻഡ്വിച്ചുകൾ, പൊട്ടറ്റോ സാൻഡ്വിച്ച്, പനീർ സാൻഡ്വിച്ച്, എഗ് സാൻഡ്വിച്ച്, അങ്ങനെ പലതരത്തിലുള്ള സാൻഡ്വിച്ചുകളും കുട്ടികൾക്ക് സ്നാക്സ് ഐറ്റം ആയിട്ട് കൊണ്ടുപോകാൻ, സ്കൂളിൽ കൊണ്ടുപോകാൻ, ഉണ്ടാക്കി കൊടുക്കാനൊക്കെ വളരെ കൺവീനിയൻ്റ് ആണ്. ബ്രെഡിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് വെച്ചതിന് ശേഷം ടോസ്റ്ററിൻ്റെ ഉള്ളിൽ അല്പം ബട്ടർ തടവി കൊടുക്കണം. ബട്ടർ തടവിയതിന് ശേഷം ഇതിനുള്ളിൽ ബ്രെഡ് വെച്ചിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റവിന് മുകളിൽ ഡയറക്റ്റ് ആയിട്ട് ഓരോ മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 സൈഡും തിരിച്ചും മറിച്ചും നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിൻ്റെ ഹാൻഡിലാണെങ്കിലും ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്കതിൽ പിടിക്കാനായിട്ട് കൈ പൊള്ളോ ഒന്നുമില്ല കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള സാൻഡ്വിച്ച് വളരെ മിനിറ്റുകൾക്കുള്ളിൽ റെഡിയാക്കി എടുക്കാനായിട്ട് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. നോൺ വെജ് ഐറ്റംസ് ഒക്കെ കുക്ക് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറ് ഇൻഡാലിയത്തിൻ്റെ ഉരുളിയാണ്. 2 ലിറ്ററിൻ്റെയാണ് ഈ ഉരുളി. കുറച്ച് ഹെവിയാണ് ഇൻഡാലിയം മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ. ആദ്യമൊക്കെ നോൺ വെജ് ഐറ്റംസ് ഒക്കെ തന്നെ നോൺ സ്റ്റിക്ക് കടായികളിലാണ് കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഈ ഇൻഡാലിയം ഉരുളിയിൽ കുക്ക് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം എനിക്ക് ഫീൽ ചെയ്തത് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നാറുണ്ട് ഇപ്പോൾ എന്ത് നോൺ വെജ് ഐറ്റം ഇതിൽ കുക്ക് ചെയ്താലും. പിന്നെ പായസം ഉണ്ടാക്കാനും ഓൾമോസ്റ്റ് എല്ലാ ആളുകളും ഉരുളി യൂസ് ചെയ്യുന്നവരായിരിക്കും. കുറച്ച് ഹെവി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി ഇത് യൂസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ടൊരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയത് ഇതിൻ്റെ വായ്വട്ടം നല്ല വിസ്താരത്തിലുള്ളതായതുകൊണ്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഇളക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ ഞാനിത് ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയതായതുകൊണ്ട് ഇതിന് നല്ലൊരു അടപ്പും വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ. ഓൺലൈനിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതിനൊന്നും ലിഡ് വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റീൽ പാത്രങ്ങളുടെ കാര്യത്തിലുള്ളതുപോലെ തന്നെ ഹീറ്റ് എല്ലാ ഭാഗത്തേക്കും, ചൂട് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ എന്ത് ഐറ്റം ഇതിൽ വെച്ചാലും കുക്ക് ചെയ്ത് കിട്ടാറുണ്ട്. അതുപോലെ വാഷ് ചെയ്യാനും ഒക്കെ നല്ല എളുപ്പമാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ചുവട് നല്ല കട്ടിയുള്ള പാത്രമായതുകൊണ്ട് അടി പിടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട. എന്ത് സാധനം വെച്ചാലും കരിഞ്ഞു പിടിക്കൊന്നുമില്ല. നല്ല ഭംഗിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഫുഡ് ഇതിൽ പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കുക്ക്വെയർ കളക്ഷനിൽ നമുക്ക് ആഡ് ചെയ്യാവുന്ന നല്ലൊരു ഓപ്ഷനാണ് ഇത്തരത്തിലുള്ള ഇൻഡാലിയം ഉരുളി. ഉപയോഗിക്കാനുള്ള കൺവീനിയൻസ് ഇല്ലാത്തത് കൊണ്ടാണല്ലോ പല ആളുകളും ഇരുമ്പിൻ്റെ ദോശത്തവ ഉപയോഗിക്കാത്തത്. കാരണം ഈ നോൺ സ്റ്റിക്ക് തവകൾ നമ്മൾ വാങ്ങുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. കാരണം മയക്കി ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നല്ല ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. പക്ഷേ ഇരുമ്പിൻ്റെ ദോശത്തവ ഓൾറെഡി മയക്കിയത്, അതായത് പ്രീ സീസൺഡ് ആയിട്ടുള്ളത് ഇപ്പോൾ ഒരുപാട് അവൈലബിൾ ആയിട്ടുണ്ട്. ഹെൽത്ത് ബെനിഫിറ്റ്സ് എത്രയാണെന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇരുമ്പിൻ്റെ ഐറ്റംസ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത്. പക്ഷെ നമ്മൾ നോർമൽ നോൺ സ്റ്റിക്ക് തവകളിൽ ദോശ ഉണ്ടാക്കുന്നതിനേക്കാൾ വളരെയധികം ടേസ്റ്റിയാണ് കേട്ടോ ഈ ഇരുമ്പിൻ്റെ ദോശത്തവയിൽ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന സമയത്ത്. പ്രീ സീസൺഡ് ആയതുകൊണ്ട് തന്നെ റെഡി ടു യൂസ് ആണ്. നമ്മൾ വാങ്ങി പിന്നെ അതിനെ മയക്കി ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വാങ്ങുന്ന വഴി തന്നെ യൂസ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. പിന്നെ ആകെ ഒരു പ്രോബ്ലം ഇതിൻ്റെ മെയിൻ്റനൻസ് ആണ്. നമ്മളിത്
ഉപയോഗിച്ചതിന് ശേഷം വയ്ക്കുമ്പോഴും നല്ലോണം എണ്ണ പുരട്ടി വേണം വെക്കാനായിട്ട്. പിന്നെ ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ 1-2 ദോശയൊക്കെ കല്ലിൽ പറ്റി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അതിന് ശേഷം 1-2 ദോശ നമ്മൾ അതിൽ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലൈഫ് ടൈമിലേക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. പിന്നീട് നമുക്ക് ഇത് മാറി നമ്മൾ ചിന്തിക്കില്ല. ഇതിൽ ദോശ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ നമ്മൾ നോൺ സ്റ്റിക്ക് തവ യൂസ് ചെയ്യേയില്ല. അപ്പം ഉണ്ടാക്കിയെടുക്കാനും ഞാൻ ഇതേ ദോശത്തവ തന്നെ ഉപയോഗിക്കാറുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാനും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ പ്രീ സീസൺഡ് ആയിട്ടുള്ള ദോശത്തവ. പലതരം കമ്പനികളുടെ പ്രീ സീസൺഡ് ആയിട്ടുള്ള ദോശത്തവകൾ ഇപ്പോൾ ഓൺലൈനിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഡെയിലി കുക്കിങ്ങിൽ നമുക്ക് നമ്മുടെ അടുക്കളയിൽ ഉൾപ്പെടുത്താവുന്ന നല്ല ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കുക്ക് വെയറുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്കും ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഒട്ടുമിക്ക കുക്ക് വെയറുകളുടെയും ഓൺലൈൻ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. കൂടുതൽ നല്ല വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ലേഡീസ് നോട്ട് പാഡിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.